തന്റെ പാരന്റ്സിന് ശരിയായ മറുപടി കൊടുക്കാൻ അറിയാതെ ഷാഷങ് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ലിംബുയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവള് ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അവൻ എപ്പോഴും അവളെ സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന്. അവളുടെ ഏത് പ്രയാസകരമായ ഘട്ടത്തിലും ലിംബുയി അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അവളുടെ പാരന്റ്സിന്റെ റൂമിലേക്ക് ഓടി വന്നുകൊണ്ട് അവരോടായിട്ട് പറയും, ഞാൻ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. അടുത്ത ദിവസം ഷാഷുവിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. അവിടെ വെച്ച് മൂന്നാമത്തെ പ്രിൻസസ് അവളെ കളിയാക്കാൻ നോക്കുമ്പോൾ ലിംബുയെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. പോകുന്ന പോക്കിൽ അവൻ അവളോട് പറയും, നീ എന്ത് തന്നെ ചെയ്താലും ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞ് അവൾ അവനോട് പറയും, ഞാനും പറഞ്ഞിട്ടില്ലല്ലോ വിവാഹം ഒഴിവാക്കണമെന്ന്, എനിക്കും അതിന് താല്പര്യമില്ല എന്ന്. അത് കേട്ട് അവനക്ക് ആശ്വാസമാവുകയാണ്. എഴുതാനും വായിക്കാനും പെരുമാറാനും അറിയാത്ത ഷാഷുവിനെ റാണിയുടെ കീഴിൽ നിർത്താൻ ആജ്ഞാപിക്കുകയാണ്. നിനക്ക് എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രാജാവ് ഷാഷുവിനോട് ചോദിക്കുമ്പോൾ അയാവന്റെ വിവാഹ സൽക്കാരത്തിൽ ഷാഷുവിനെ നാണം കെടുത്തിയ വാങ്ലിനെ ശിക്ഷിക്കണമെന്ന് അവൾ അപേക്ഷിക്കുകയാണ്. വേറെ വഴിയില്ലാതെ രാജാവ് വാങ്ലിനെ വീട്ടുതടങ്കലിലിടാനും വേണ്ടി ആജ്ഞാപിക്കുകയാണ്.